ഹായ് ഗായ്സ്, മെറി ക്രിസ്മസ്. വെൽക്കം ബാക്ക് ടു ചാനൽ ഫോർ എ ന്യൂ വീഡിയോ റിവ്യൂ സർവമായ. ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം നിവിൻ പോളി നായകനെ തിരിച്ചു വന്ന അഖിൽ സത്യൻ എഴുതി സംവിധാനം ചെയ്ത ഒരു പുതുപുത്തൻ ഫീൽ ഗുഡ് ഹൊറർ ചിത്രമാണ് സർവമായ. സർവമായ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നിവിൻ പോളി ഒരു ഗ്രാൻഡ് കംബാക്ക് തന്നെ നമുക്ക് പറയാം. ആഫ്റ്റർ എ ഫ്യൂ ഫ്ലോപ്സ് പുള്ളി കുറച്ച് ഡൗൺ ആയിരുന്നു. പുള്ളിയുടെ സിനിമാസ് ഒക്കെ മടുപ്പായിരുന്നു. ഈ അടുത്തിറങ്ങിയ ഫാർമ പോലും പുള്ളിയുടെ പെർഫോമൻസ് വൈസ് വലിയ ഒരു സുഖം കിട്ടിയില്ലെങ്കിലും പുള്ളിയുടെ ഒരു കംബാക്ക് നമുക്ക് തിരിച്ചു പറയാൻ പറ്റുന്നത്. പക്ഷെ ഇത് ഷുവർലി പുള്ളിയുടെ ഒരു സേഫ് സൈഡാണ്. പുള്ളി നീറ്റായിട്ട് പുള്ളിയെ റോൾ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫിലിമാണ്. ഇതിന്റെ സംവിധായകനും ഇതിന്റെ ക്രൂവും കാസ്റ്റും പറഞ്ഞ ഇന്റർവ്യൂസിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ചെറിയ പടം, ഒരു ഫീൽ ഗുഡ് പടം. വലിയ അങ്ങേറ്റത്തെ ഇമോഷൻസോ എന്നാൽ ഭയങ്കര റൊമാൻസോ അത്രയ്ക്കും കോമഡി അങ്ങനെയൊന്നുമില്ല. ഒരു ചെറിയൊരു ലൈറ്റ് ഹാർട്ടഡ് പടം. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് ഇതിന്റെ കാസ്റ്റ് തന്നെയാണ്. ആഫ്റ്റർ എ വൈൽ നിവിൻ അജു കോംബോ തിരിച്ചു വന്നിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് വാസ് പ്രിറ്റി ഗുഡ്. നല്ല രസമാണ്. നമുക്ക് എന്താ പറയാ, നമുക്ക് കുറെ സമയം റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ സിനിമ അവരുടെ കോംബോ എപ്പോഴും നമുക്ക് എങ്ങനെയാണ്, ഇതിലും ആ സ്ട്രീക്ക് തുടരുന്നുണ്ട്. നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ ഒരു ചാംനെസ്, ഒരു വൈബ് നമുക്ക് കിട്ടും. അജു നിവിൻ കോംബോ വാസ് ഫയർ. അജു നിവിൻ കൂടാതെ ഈ സിനിമയെ കൂടുതൽ ബെറ്റർ ആക്കുന്നതിന്റെ താരനിര തന്നെയാണ്. എല്ലാവരുടെയും റോള് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിരുന്നു. എടുത്തു പറയേണ്ട കുറെ പെർഫോമൻസസ് ഉണ്ട്. അതിൽ മധു വാര്യർ, അൽതാഫ് സലീം, ആനന്ദ് ഏകർഷി, ജനാർദ്ദനൻ എന്നിവരൊക്കെ അവരുടെ റോള് നന്നായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അൽഫോൺസ് പുത്രൻ സിനിമയിലുണ്ട്. ഒരു നല്ലൊരു ക്യാരക്ടറാണ്. പുള്ളിയും നിവിനുമായിട്ട് ചെറിയ കോംബോ വരുന്നുണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആ പോർഷൻ ഭയങ്കര രസമുള്ളതാണ്. ആൻഡ് പ്രീതി മുകുന്ദൻ ആൻഡ് അവർ ഫേവറേറ്റ് ആക്ടർ ഫ്രം ദ മൂവി റിയ ഷിബു ആസ് മായ. മായ വാസ് ടു ഗുഡ്. നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് പുള്ളിക്കാരുടെ ഇൻട്രോ തൊട്ട് നമുക്ക് പുള്ളിക്കാരോട് ഒരു ഇഷ്ടം തോന്നും. കാര്യം ഒരു പ്രേതമാണെന്ന് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. അവരോട് തന്നെ നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നുള്ളൂ. ആൻഡ് നിവിൻ റിയ ഷിബു കോമ്പിനേഷൻ വാസ് സോ ഗുഡ്. നമുക്ക് ഭയങ്കര രസം തോന്നും. അവരുടെ ആ കോംബോ റിയലി വർക്കൗട്ടായി. പുള്ളിക്കാരി വളരെ നന്നായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി സ്റ്റീൽ ദ ഷോ എന്ന് തന്നെ നമുക്ക് പറയാം. സിനിമയെ പറ്റി പിന്നെ പറയുമ്പോൾ ഇതിന്റെ മ്യൂസിക്കാണ്. ജസ്റ്റിൻ പ്രഭാകർ കൊടുത്ത സ്കോർസ് ആയാലും സോങ്സ് ആയാലും എല്ലാം ടോപ്പായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക. മൂവി കുറെ കൂടെ കണക്ട് ചെയ്യുന്നത് ഈ മ്യൂസിക് ഒരു വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. സിനിമ ബേസിക്കലി ഒരു സത്യനന്ദിക്കാട് പടം തന്നെയാണ്. നായകന്റെ ജീവിതത്തിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ലേഡി ക്യാരക്ടർ വരികയും പിന്നെ ആ ക്യാരക്ടർ മൂലം നായകന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അതേ പാറ്റേൺ തന്നെയാണ് ഈ മൂവിയിൽ നടക്കുന്നത്. പക്ഷെ അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അവര്. സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്ന സംവിധായകനായ അഖിൽ സത്യൻ തന്നെയാണ്. വളരെ നീറ്റാണ്. ഡ്യൂറേഷൻ ആയാലും പെർഫെക്റ്റ് ആയിരുന്നു. നമുക്ക് അങ്ങനെ ലാഗ് ഒന്നും ഫീൽ ചെയ്യില്ല. വളരെ നന്നായിട്ട് തന്നെയാണ് സിനിമയ്ക്ക് ഒരു ഫ്ലോ ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് തന്നെ സിനിമ പൊക്കോണ്ടിരുന്നത്. പിന്നെ ഇതിന്റെ ആർട്ട് വർക്ക് എടുത്തു പറയേണ്ട ഒന്നാണ്. ഒരു ഹൊറർ മൂവിയെ കുറച്ചുകൂടെ ബെറ്റർ എക്സ്പീരിയൻസ് ആക്കുന്നത് അതിന്റെ സൗണ്ട് എഫക്ട്സും മ്യൂസിക്കുമാണ്. എന്നാൽ ഇവിടെ സർവമായ ഒരു ഫീൽ ഗുഡ് ഹൊറർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മ്യൂസിക് ഒക്കെ വേറെ ടൈപ്പായിരുന്നു. ഒരേ സമയം പേടിപ്പിക്കുന്നതും എന്നാൽ ഒരു ഫണ്ണും ആക്കേണ്ടി വരുന്ന ഒരു മ്യൂസിക്കാണ് ഇവിടെ ആവശ്യമായത്. ആൻഡ് ജസ്റ്റിൻ പ്രഭാകരൻ ഇവിടെ ആ മ്യൂസിക് വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സൗണ്ട് ആയി കഴിഞ്ഞാലും പ്രേതം വരുമ്പോൾ നമ്മൾ ഒരു സമയം ഒന്ന് പേടിക്കും, അപ്പൊ തന്നെ നമുക്ക് ചിരിയും വരുന്ന ടൈപ്പ് മ്യൂസിക്കാണ്. മ്യൂസിക് ആയാലും ഭയങ്കര രസമാണ്. ഈ സിനിമയ്ക്ക് ആവശ്യമായ തരം മ്യൂസിക് തന്നെയാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സിനിമയിൽ നിവിൻ പ്രീതി മുകുന്ദൻ കോംബോ എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് ഒരു ചെറിയ ഡൗട്ട് ആയിരുന്നു. കാര്യം അവരുടെ കോംബോ വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ അവരുടെ കോംബോ നല്ലതായിരുന്നു. എങ്കിലും നിവിൻ റിയ ഷിബു കോംബോ ആയിരുന്നു പടത്തിലെ ഹൈലൈറ്റ്. അത് അവർക്കുള്ളിൽ ആ കെമിസ്ട്രി ഒക്കെ വളരെ നന്നായിട്ട് വർക്കൗട്ടായി. ആൻഡ് റിയ ഷിബു പുള്ളിക്കാരി വരുന്നതും തൊട്ട് പടം തീരുന്നവരെയും ഭയങ്കര രസമായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് റിയ ഷിബു ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരി ഒരു പ്രൊഡ്യൂസറാണ്. മുറയൊക്കെ പുള്ളിക്കാരിയുടെ പ്രൊഡക്ഷനാണെന്നാ തോന്നുന്നു. പുള്ളിക്കാരി ആക്ടിങ്ങിൽ ഡെബ്യൂ അല്ല എങ്കിലും ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടുമ്പം ഇത് ഡെബ്യൂ എന്ന് തന്നെ പറയാം നമുക്ക്. ആൻഡ് റിയ ഷിബു വാസ് ഫാബുലസ്. എനിക്ക് സിനിമയിൽ ഒരു ചെറിയ നെഗറ്റീവ് ഫീൽ ചെയ്തുള്ളൂ. അതിന്റെ എസ്തെറ്റിക് കുഞ്ഞമ്മ അരുൺ അജുകുമാർ, പുള്ളിയുടെ കുറച്ച് ഫ്രണ്ട്സിന്റെ ഒരു സീൻ ഉണ്ടായിരുന്നു. അത് ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല. അവരില്ലായിരുന്നെങ്കിലും പടം നന്നായിരുന്നു. എനിക്കത് കുറച്ചൊരു ഫോഴ്സ്ഡ് ആയിട്ട് തോന്നി. പക്ഷെ പുള്ളിക്കാരുടെ റോള് കുഴപ്പമില്ലായിരുന്നു. പുള്ളി ചെയ്ത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എങ്കിലും അത് വേണ്ടായിരുന്നു എനിക്ക് തോന്നി. അത് മാത്രമേ എനിക്ക് സത്യത്തിൽ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തുള്ളൂ. ഈ ക്രിസ്മസിന് നിവിനും അഖിൽ സത്യനും ഒരുക്കിയിരിക്കുന്ന ഒരു വലിയൊരു ക്രിസ്മസ് പ്രസന്റ് ആണ് സർവമായ. ഇപ്പൊ തന്നെ BMS നല്ല ബുക്കിംഗ് ഉണ്ട്. നിങ്ങൾ ഫാമിലി ഒക്കെ ആയിട്ട് ക്രിസ്മസിന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് സർവമായ. ഞാൻ പോയപ്പോൾ കൂടുതലും മെജോറിറ്റി ഫാമിലി തന്നെയായിരുന്നു.
ഞാൻ പോയ തിയേറ്ററിലാണെങ്കിലും കംപ്ലീറ്റ് ഫാമിലി പാക്ഡ് ആയിരുന്നു സിനിമ കണ്ടുകൊണ്ടിരുന്നത്. ഭയങ്കര രസമായിരുന്നു. ഫാമിലി എല്ലാം എൻജോയ് ചെയ്യുമ്പം നമുക്ക് ഒരു സന്തോഷം വരും. കാര്യം ദേ ലൈക്ക് ദ നിവിൻ ഇൻ ദാറ്റ് ഫോം. നിവിൻ ആ ക്യാരക്ടർ നന്നായി തന്നെ പെർഫോം ചെയ്തു, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇപ്പം നിവിന്റെ ഒരു കംബാക്കിന് തന്നെ വലിയൊരു പങ്ക് ഫാമിലിക്ക് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ നിവിന്റെ സ്ലീപ്പർ സെൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഇഫ് യു ഗൈസ് വാണ്ട് ടു വാച്ച് എ മൂവി ഇൻ ദിസ് ക്രിസ്മസ്, സർവമായ ഇസ് ദി ബെസ്റ്റ് ചോയ്സ്. ഫാമിലി ആയിട്ട് പോയി കാണുക. 2-2.25 മണിക്കൂറേ ഉള്ളൂ, നിങ്ങൾക്ക് നല്ലൊരു ടൈം കിട്ടും. പടം ഈസ് ടു ഗുഡ്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കമന്റ്സിൽ പറയൂ. കാണാത്തവർ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.